നമസ്കാരം. ചക്രവ്യൂഹം എന്നാൽ പത്മവ്യൂഹമാണ്. പത്മവ്യൂഹം എന്നാൽ താമര കൊണ്ടുള്ള കുരുക്ക്. ചിലർ അതിനെ നെഞ്ചത്ത് വെച്ച് നടക്കും. ആധുനിക ചക്രവ്യൂഹം നയിക്കുന്നത് 6 പേരാണ്. മോദിയും അമിത്ഷായും അജിത് ഡോവലും അംബാനിയും അദാനിയും. സ്പീക്കർ എതിർത്തതോടെ അദാനി അംബാനിമാർ എന്നത് A1ഉം A2വുമായി. രാഹുലിൽ ആഞ്ഞടിച്ചത് 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് എങ്ങനെയാണ് രാജ്യത്തെ സാധാരണക്കാരനെ ചക്രവ്യൂഹത്തിൽ ആക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ്. ദളിതർ, OBC-ക്കാർ, ദരിദ്രർ, ന്യൂനപക്ഷങ്ങൾ, രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു വലിയ വിഭാഗത്തെ ഈ ബജറ്റ് ദ്രോഹിക്കുന്നുവെന്ന് വിശദീകരിക്കാനായിരുന്നു രാഹുലിന്റെ ചക്രവ്യൂഹ പ്രയോഗം. രാഹുൽ പ്രസംഗിക്കുമ്പോൾ മോദി സഭയിലില്ല, ഇനിയും ഉണ്ടാകില്ല എന്നതും രാഹുലിന് ഉറപ്പാണ്. രാഹുലിനെ ഇടയ്ക്കിടയ്ക്ക് സ്പീക്കറും മന്ത്രിമാരും തടസ്സപ്പെടുത്തുമ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മോദി സർക്കാരിന് മറുപടിയുണ്ടായോ? ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്. രാജു P. നായരാണ് കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ളത്. അഡ്വക്കേറ്റ് JR പത്മകുമാർ BJP പ്രതിനിധി. രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസും. അത് ഞാൻ പാർലമെന്റിൽ രാഹുലിന്റെ പ്രസംഗം കേട്ട നേതാവിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇന്നിപ്പോൾ രാഹുൽ ബജറ്റുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രസംഗം അതിശക്തമായ പ്രസംഗമായിരുന്നു. എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരനെ ബജറ്റ് ബാധിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ചക്രവ്യൂഹ പ്രയോഗത്തിലൂടെയാണ്. അത് ഓരോ വാചകത്തിലും ആ ചക്രവ്യൂഹം കടന്നു വരുന്നു. ചക്രവ്യൂഹം എന്നാൽ പത്മവ്യൂഹം എന്ന് ആണ് പറയുന്നത്. പത്മം എന്നാൽ താമരയാണ്. താമര കൊണ്ടുള്ള കുരുക്ക്, അതിനെ എങ്ങനെ ഭേദിക്കും പ്രതിപക്ഷം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത്രത്തോളം ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിന് ഭരണപക്ഷത്തിന് കൃത്യമായ മറുപടി ഉണ്ടായോ ശ്രീ ഫ്രാൻസിസ് ജോർജ്? ഇല്ല, കൃത്യമായ മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടെ ബഹളമുണ്ടാക്കി പ്രസംഗം തടസ്സപ്പെടുത്താനായിട്ടുള്ള പരിശ്രമമാണ് അവിടെ നടന്നത്. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ കർഷകരും പാവപ്പെട്ടവരും അഭിമന്യുവിനെ പോലെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർ അതിനോട് പൊരുതി നിൽക്കുകയാണ്. എങ്ങനെയാണ് അഭിമന്യു കുരുക്ഷേത്ര യുദ്ധത്തിൽ എങ്ങനെ പൊരുതിയോ, ചക്രവ്യൂഹത്തിൽ കടന്നതിന് ശേഷം എങ്ങനെ പൊരുതി നിന്നുവോ അതുപോലെ പൊരുതി നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടാണ് ഭരണപക്ഷത്തുള്ള BJPയുടെ MP-മാരും മന്ത്രിമാരും ഒക്കെ വലിയ അസഹിഷ്ണുതയോടുകൂടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുകയുണ്ടായി. കർഷകരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ 2ാമതും കർഷകർ സമരപാതയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1ാം കർഷക സമരം നടന്നു. അതിൽ 13 മാസക്കാലം നീണ്ടു നിന്ന 1ാം കർഷക സമരത്തിൻ്റെ ബാക്കി പത്രം എന്തായിരുന്നു? അവരുമായി ചർച്ച നടത്തിയതിന് ശേഷം പറഞ്ഞ വാക്ക് പാലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അവർ 2ാമതും സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അദ്ദേഹവും ഇന്ത്യ മുന്നണിയും അത് പ്രഖ്യാപിച്ചിരുന്നതാണ്. കർഷകരുടെ ആവശ്യം എന്താണ്? അവർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് MSP മിനിമം സപ്പോർട്ട് പ്രൈസ്, അത് ഏറ്റവും കുറഞ്ഞ താങ്ങുവില എന്നുള്ളത് C2+50% ഫോർമുല നാഷണൽ കമ്മീഷൻ ഓൺ ഫാർമേഴ്സ്, ശ്രീ പ്രൊഫസർ MS സ്വാമിനാഥൻ തലവനായിരുന്ന നാഷണൽ കമ്മീഷൻ ഓൺ ഫാർമേഴ്സ് റെക്കമെൻഡ് ചെയ്ത ആ C2+50% ഫോർമുല അനുസരിച്ചുള്ള മിനിമം സപ്പോർട്ട് പ്രൈസ് അത് നിയമപരമായി സർക്കാരിൻ്റെ ബാധ്യതയാക്കി നിയമനിർമ്മാണം നടത്തി അത് ഉറപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം രാഹുൽ ഗാന്ധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തി അത് ഉറപ്പാക്കിയിരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളിലും, അതുപോലെ തന്നെ കർഷകരുടെ കടബാധ്യതകൾ അത് എഴുതിത്തള്ളും. അതുപോലെ തന്നെ കാസ്റ്റ് സെൻസസ് യുവാക്കളുടെ കാര്യത്തിൽ യുവാക്കളുടെ കാര്യത്തിൽ അവർ നേരിടുന്ന പ്രശ്നം, അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം, അതിന് പരിഹാരം കാണാനുള്ള പരിശ്രമം ഉണ്ടാകും. ധനകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രായോഗികമായി നടപ്പിലാകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് യുവാക്കൾക്ക് എന്താണ് വേണ്ടത്? അവർക്ക് തൊഴിലാണ് വേണ്ടത്. ആ തൊഴിൽ കൊടുക്കാനുള്ള പരിശ്രമം നടത്താതെ ഈ പറയുന്ന എന്താണ് പറയുക, ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ധനകാര്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പ്രായോഗികമായിട്ട് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ രാജ്യത്തിൻ്റെ സമ്പത്ത് അത് രണ്ട് പേരുടെ കരങ്ങളിലേക്ക് ആ സമ്പത്ത് കൈയാളുന്ന ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഇന്ന് അധികാരം കൈയാളുന്നത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഈ ചക്രവ്യൂഹം കൺട്രോൾ ചെയ്യുന്നത്
BJPയും BJP ഒന്ന് പാർട്ടി എന്നുള്ള നിലയിൽ BJP, അതിൽ മോദിയും നരേന്ദ്രമോദിയും അമിത്ഷായും, അതുപോലെ തന്നെ അറിയാമല്ലോ ശ്രീ മോഹൻ ഭഗവത്, പിന്നെ ദേശീയ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ദോവൽ, അംബാനി ആൻഡ് അദാനി, ഇത്രയും പേരാണ് ഈ ചക്രവ്യൂഹത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, കർഷകരെയും പാവപ്പെട്ടവരെയും ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. അതിനോട് യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രതികരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ തടസ്സപ്പെടുത്താനും കളിയാക്കാനുമൊക്കെയാണ് ഭരണപക്ഷത്തുള്ളവർ പരിശ്രമിച്ചത്. എന്താണെങ്കിലും അതിനൊന്നും വഴങ്ങാതെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം ഉറച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്ന് പറയുകയുണ്ടായി. ശരി, ശ്രീ രാജു പി നായർ, അതിശക്തമായ പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം പ്രായോഗികമായ കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്? ഈ ചക്രവ്യൂഹം, പത്മവ്യൂഹം എന്നൊക്കെയുള്ള പ്രസംഗം കയ്യടി കിട്ടാൻ നല്ലതാണ്. പക്ഷേ പ്രായോഗികമായി നടപ്പാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണോ? ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കൂ എന്ന് പോലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് വിട്ടുതരൂ, ഞങ്ങൾ ചെയ്തു കാണിക്കാമെന്ന്. എത്രത്തോളം സാധ്യമാകുന്ന കാര്യങ്ങളാണ് രാഹുൽ എന്ന് പറഞ്ഞത്? നോക്കൂ, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് AC മുറിയിലിരുന്നു കൊണ്ട് നടത്തുന്ന വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ രാജ്യത്ത് മുഴുവൻ 10,000-കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത്, 10,000 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് ജനങ്ങളോട് സംവദിച്ച് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെയും അവരുടെ വേദനകളും മനസ്സിലാക്കിയ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ ചോദിക്കുന്നത് തൊഴിലുൾപ്പെടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ നീതിപൂർവമായി വിതരണം ചെയ്യുക എന്നുള്ളത്, ഇത് നടപ്പാക്കി കാണിച്ചിട്ടുള്ള പാരമ്പര്യം കോൺഗ്രസിനുണ്ടല്ലോ. 2005 തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്ന് BJP ചോദിച്ച ചോദ്യമാണ്, ഇതിനെവിടെ നിന്ന് പൈസ വരും, ഈ പൈസ എവിടെ നിന്ന് വരും, അതുപോലെ തന്നെ ഇത് ജനങ്ങളെ മടിയന്മാരാക്കുന്ന ഒന്നായി മാറും എന്നൊക്കെ BJPക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് രാജ്യത്തിൻ്റെ വളർച്ച തന്നെ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ പ്രശ്നം എന്ന് പറയുന്നത്, BJPയുടെ നിരന്തരമായിട്ട് ഈ ബജറ്റ് മാത്രമല്ല മുഴുവനായിട്ട് BJP എപ്പോഴും കേന്ദ്രീകരിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കാനാണ്. ആ സപ്ലൈ ചെയിൻ ഉണ്ടാക്കുന്നതിന് അവർക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ കർഷക നിയമം ഉൾപ്പെടെ ഉണ്ടാക്കിയ സപ്ലൈ ചെയിനുകളുടെ എല്ലാത്തിൻ്റെയും താല്പര്യം അത് അദാനിക്കും അംബാനിക്കും വേണ്ടിയിട്ടുള്ള താല്പര്യമാണെന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് പോകാം. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഡിമാൻഡ് ഉണ്ടാവണം. എങ്ങനെയാണ്? തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വാങ്ങൽ ശേഷി നൽകി, ആ വാങ്ങൽ ശേഷിയിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഉണ്ടാക്കി. ആ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സപ്ലൈ ചെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു വരും. ഒരു പ്രദേശത്ത് ഒരു കാര്യത്തിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടൊരു MSME സെക്ടറിൽ ഒരു ഉദ്യമം ഉയർന്നു വരും. അങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി മാറ്റം ഉണ്ടാക്കിയത്. BJPയുടെ വികലമായ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം ഇതാണ്. അവർ സപ്ലൈ ചെയിനിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു, ഡിമാൻഡ് ഉണ്ടാക്കുന്നില്ല. എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാക്കുക? ഡിമാൻഡ് ഉണ്ടാക്കണമെങ്കിൽ രാജ്യത്ത് 50 വർഷത്തെ ഏറ്റവും കൂടുതലുള്ള തൊഴിലില്ലായ്മ നിരക്ക് പരിഹരിക്കപ്പെടണം. തൊഴിലില്ലായ്മ ഇല്ലാതെയാക്കണം. തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ മറ്റു വഴികൾക്ക് മുമ്പ് ആദ്യം അവർക്ക് ചെയ്യാവുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ 30 ലക്ഷം ഒഴിവുകൾ കിടപ്പുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ 30 ലക്ഷം ഒഴിവുകൾ 50% വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് നിൽക്കുമ്പോൾ അത് നിയമനം നടത്തുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റെയിൽവേയിൽ ഉൾപ്പെടെ തൊഴിൽ സാധ്യതകൾ നിലനിൽക്കുന്നു, അത് നടപ്പാക്കുന്നില്ല. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കി, അവിടെ തൊഴിൽ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ ഒരു ആശ്രയമായിരുന്ന സൈന്യം, ആ സൈന്യത്തിലെ നിയമനം ഏറ്റവും വികലമായ ഒരു അഗ്നിപത്ത് പദ്ധതിയിലൂടെ അത് ഇല്ലാതെയാക്കി. അപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് തൊഴിലില്ലായ്മ ഇത്രയും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നില്ല. മറിച്ച് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് നോക്കൂ. തൊഴിലുറപ്പ് പദ്ധതി, ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി, അതിലേക്ക് ഇവരുടെ അലോക്കേഷൻ കുറയുകയാണ്. ഇവരത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 42% മാത്രമാണ് ഇപ്പോൾ 100 ദിവസത്തെ പ്രവൃത്തിയിലേക്ക് എത്തുന്നത്. അത് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ട്. പെർസെൻറ്റേജ് കൂട്ടണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തും. അങ്ങനെ പൈസ എത്തുമ്പോൾ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. ഈ ഡിമാൻഡ് വർധന ഇവരുടെ ലക്ഷ്യമില്ലാതെ ഈ രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം മുഴുവൻ 2 കുത്തകൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ള ഒരു പത്മവ്യൂഹത്തിലാണ് ഇവർ
കുത്തകൾ ആവർത്തിക്കുമ്പോഴും ശ്രീ രാജു പി നായർ, ഈ രണ്ട് കുത്തകൾ ആവർത്തിക്കുമ്പോഴും ഈ ധനമുതലാളിത്തവും ധനകേന്ദ്രീകരണവും ഒക്കെ തുടങ്ങി വെച്ചതാരാണ്? നിങ്ങളല്ലേ? UPA കാലത്തല്ലേ? ഒരിക്കലുമല്ല. എങ്ങനെയാ ധനമുതലെടുത്ത എങ്ങനെ കൂട്ടി? ഞാൻ ചോദിക്കുക സ്മൃതി, 2004 മുതൽ 2014 വരെയുള്ള UPAയുടെ കാലഘട്ടത്തിൽ അദാനിമാരുണ്ടായിട്ടുണ്ട്, അംബാനിമാരുണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റ് ടാറ്റ ഉണ്ടായിട്ടുണ്ട്, ബിർള ഉണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും കോർപ്പറേറ്റുകൾക്കെതിരല്ല. കോർപ്പറേറ്റുകൾ കൂടി ഈ രാജ്യത്തിന്റെ ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പാണ്. പക്ഷെ അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം. സാമ്പത്തിക കുത്തകകൾ മാത്രമല്ല, ആ കുത്തകകൾക്ക് ഈ കോർപ്പറേറ്റുകളല്ല, കോർപ്പറേറ്റ് കുത്തക ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് കോർപ്പറേറ്റ് കുത്തക ഉണ്ടാവുന്നത്? UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഒരു എൻജിറ്റിക്ക് 2 വിമാനത്താവളങ്ങൾ മാത്രമേ രാജ്യത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടാക്കിയപ്പോൾ നരേന്ദ്രമോദി വന്ന് അദാനിക്കും അംബാനിക്കും വേണ്ടി ആ നിയമം മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? എത്ര വേണമെങ്കിൽ എയർപോർട്ട് ഒരു എൻറ്റിറ്റിക്ക് കൊടുക്കാനാക്കി. അങ്ങനെയല്ലേ 7ഓളം എയർപോർട്ടുകൾ ഇപ്പൊ അദാനിയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ കോൺഗ്രസ് കുത്തകവൽക്കരണമല്ല നടത്തിയത്, മറിച്ച് കോർപ്പറേറ്റുകളുണ്ട്. ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ ആവശ്യമാണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം. ആ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നു. എങ്ങനെ? CSR. ഇന്നിപ്പോ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ കോപ്പി അടിക്കുന്ന കാര്യം പറയുമ്പോൾ രാഹുൽ പറഞ്ഞത്, രാജു പി നായർ, ഈ ഇന്റേൺഷിപ്പ് പദ്ധതി എന്നുള്ളത് അപ്രായോഗികം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ അപ്രായോഗികമായ ഒന്നാണോ നിങ്ങൾ എഴുതി വെച്ചിരുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ? കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്താ? കോൺഗ്രസ് പറഞ്ഞത് വിദ്യാഭ്യാസം നേടി തൊഴിലിന് സാധ്യതയിലേക്ക് എത്തുന്ന എല്ലാ ചെറുപ്പക്കാർക്കും അൺകണ്ടീഷണലി 1 ലക്ഷം രൂപ വർഷം അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. 8500 വെച്ച് ആദ്യത്തെ തൊഴിൽ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ അതിനു പകരം അത് EPFന്റെ വകുപ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ തൊഴിൽ കൊടുക്കണമെന്നാക്കി. അത് പ്രായോഗികമാണോ? അതല്ലല്ലോ പ്രായോഗികം. പ്രായോഗികം എന്താ? സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തിച്ചു കൊടുക്കുക. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ഇതിലൂടെ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കുക. വീടുകളുടെ സ്ത്രീകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന പണം സ്മൃതി ഒരിക്കലും അവർ അരിപ്പെട്ടിയിലിട്ട് വെക്കില്ല. മറിച്ച് ആ പണം മുഴുവൻ അവരുടെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വീടുകളുടെ ആവശ്യത്തിന് വേണ്ടി അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കച്ചവട സാധ്യത കൂടും. അങ്ങനെ വരുമ്പോൾ MSME സെക്ടർ, ചെറുകിട വ്യാപാരികൾ, ചെറുകിട വ്യവസായികൾ അവിടെ ഉണ്ടായി വരും. അങ്ങനെ മാത്രമേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാൻ കഴിയൂ. അത് ദൗർഭാഗ്യവശാൽ ശ്രീ P. ചിദംബരം പറഞ്ഞ പോലെ ഒരു സ്റ്റാമ്പിന്റെ പുറകിൽ എഴുതി വെക്കാനുള്ള സാമ്പത്തിക സാഹചര്യത്തെ കുറിച്ച് ധാരണ പോലും ഇല്ലാത്ത നരേന്ദ്രമോദി നടപ്പാക്കുമ്പോൾ അപ്രായോഗികമായിട്ട് വരുള്ളൂ. എന്താ സംശയം? അതങ്ങനെ അപ്രായോഗികമായിട്ട്, കാരണം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പൊ എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഒരു സാമ്പത്തിക നീതിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ആ സാമ്പത്തിക നീതിയുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് കോൺഗ്രസിന് ഗുണമുണ്ടാക്കിയപ്പോൾ, ഇന്ത്യ മുന്നണി ഗുണമുണ്ടാക്കിയപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതിനപ്പുറം എന്ത് ആത്മാർത്ഥതയിനകത്തുണ്ട്? ശരി, അഡ്വക്കേറ്റ് JR പത്മകുമാർ, രാജ്യം ഇപ്പോൾ ചക്രവ്യൂഹത്തിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട പ്രധാനമന്ത്രി സഭയിലില്ല. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പറയുകയാണ് തന്റെ പ്രസംഗം വരുമ്പോൾ ഒരിക്കലും പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടാകില്ല. എന്താണ് അതിന് കാരണം? അദ്ദേഹം വലിയ മഹാനാണ്, മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ പേടിച്ചിരിക്കും എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് അറിയാതെ ഉണ്ടായി പോകുന്നതാണ്. അത് ആരുടെയും കുറ്റമല്ല. പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ സംബന്ധിച്ച് അതിനുള്ള ചർച്ചകൾ നടക്കുന്നത്. ബഡ്ജറ്റിനെ കുറിച്ച് ഫിനാൻസ് മിനിസ്ട്രി മറുപടി പറയും, പ്രധാനമന്ത്രിയും പാർലമെൻറ്റിൽ മറുപടി പറയും. നമുക്കത് വളരെ താമസിക്കാതെ തന്നെ ഈ പാർലമെൻറ്റ് സെഷൻസ് തന്നെ കേൾക്കാം. പിന്നെ ഇതുപോലുള്ള ചില കൈയടിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രചരണങ്ങളൊക്കെ നടത്തും. കുറേ കോൺഗ്രസ് MP-മാരെ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ട് കുറേ പുരാണങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, അതിനൊന്നും വിരോധമല്ല. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പഠിക്കുന്നതും പറയുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്.
പക്ഷേ ഇത് കേൾക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലോ. അപ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ, എന്താണ് രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച കാര്യമില്ല. പിന്നെ ബഡ്ജറ്റിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഇപ്പോൾ രാജു പി നായർ പറഞ്ഞൊരു കാര്യം, അവർ കുറേ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നടപ്പിലാക്കിക്കോ. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാനാണല്ലോ നിങ്ങളുടെ നയപരിപാടികളും ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ. NDA ഗവൺമെൻറ്റിന് ഇപ്പോൾ കഴിഞ്ഞ 3 ഘട്ടമായിട്ട് ഇപ്പം മൂന്നാമത് NDA ഗവൺമെൻറ്റിന് ജനങ്ങൾ ഭൂരിപക്ഷം നൽകിയിട്ടുണ്ട്. അപ്പോൾ നടപ്പിലാക്കുന്ന നയങ്ങളും നടപടികളും NDA ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ നയങ്ങൾക്കായിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു പോളിസി ചേഞ്ച് ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പോളിസി ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചിന് അനുസൃതമായിട്ടാണ് NDA മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റണം. ഇപ്പോൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി, ഇനി അടുത്ത് 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റണം, 5 ട്രില്യൺ എക്കോണമിയിലേക്ക് നമുക്ക് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഞങ്ങളുടെ നയം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയാണ് നിയന്ത്രിക്കുന്നത്, നമ്മുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യരക്ഷാ അഡ്വൈസറാണ് ഉപദേശിക്കുന്നത് ഒക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളങ്ങനെ തന്നെയാണ്. അതല്ലാതെ ഒരു കുടുംബത്തിലെ കുറേ ആളുകൾ വീട്ടിലിരുന്ന് നിയന്ത്രിച്ച കാര്യമല്ല ഇത്. അതിനെ ചുമതലപ്പെട്ട ആളുകൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ഈ അംബാനി അദാനിയിലേക്ക് കാര്യം താങ്കൾ സ്മൃതി ചോദിച്ചു രാജു പി നായരോട്. 1991 മുതലാണല്ലോ നിങ്ങൾ ഈ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്നത്. നരസിംഹറാവു കൊണ്ടുവന്നു. അതിന് അന്ന് മൻമോഹൻ സിംഗ് കൂടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. നിങ്ങൾ പകുതി വഴിയിൽ വന്നിട്ട് കുറേ ഇട്ടിട്ട് പോയി. വീണ്ടും അത് 2004 മുതൽ 2014 വരെ നടപ്പിലാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൈവറ്റൈസേഷൻ, ഈ എയർപോർട്ടുകളുടെ പ്രൈവറ്റൈസേഷൻ ആദ്യം നടപ്പിലാക്കിയത് ആരാ? ഡൽഹി എയർപോർട്ട് GMR ഗ്രൂപ്പിന് നൽകിയത് ആരാണ്? അവന് ഓരോ എയർപോർട്ടുകളുടെ നിങ്ങൾ 2004 മുതൽ 2014 വരെ ഇന്ത്യയിലെ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ എടുത്ത് ഈ അദാനിക്കും അംബാനിക്കും ഓരോ കമ്പനികൾക്കും കൊടുത്തതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാകും അദാനി ആരാണ്, അംബാനി ആരാണ്. ഒന്നും വേണ്ട, വിഴിഞ്ഞത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വിഴിഞ്ഞത്തെ അദാനിയെ കൊണ്ടുവന്ന് അതിനെ അദാനിയുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയാണോ, BJP ആണോ? അദാനിയും അംബാനിയും വേണ്ട എന്നുള്ളതല്ല അഭിപ്രായമെന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുന്നു. അദാനിയും അംബാനിയും വേണ്ട എന്നല്ല, അദാനിയും അംബാനിയും മാത്രമാകുന്നതിനെയാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. നിങ്ങൾ ആ രണ്ട് വ്യവസായികളിലേക്ക് ഒതുങ്ങുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ ധനം കുഞ്ഞുകൂടുമ്പോൾ അത് അധികാരമായി മാറുന്നു. അങ്ങനെ അവർ തന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറുന്നു. അതാണ് ഈ ചക്രവ്യൂഹം നയിക്കുന്ന 6 പേരിൽ പ്രധാനികളായി 2 പേർ വരാൻ കാരണം. അതൊക്കെ ഇവര് പ്രചരണത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം വന്ന് ഇതെല്ലാം ടെൻഡറിലൂടെ ബിഡിങ്ങിലൂടെ വരുന്നതാണ്. അല്ലാതെ ആരും അങ്ങ് കൊടുക്കുന്നതല്ല. ഞാൻ ഒരു ചെറിയൊരു കണക്ക് രാജു പി നായരുടെ ചോദിക്കുക. 2005 അദാനിയുടെ ഈ അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ 12,300 കോടിയായിരുന്നു. 2013 ആയപ്പോൾ അത് 64,000 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ റിലയൻസിൻ്റെ 63,000 കോടിയായിരുന്നു 2005. 2013 ആയപ്പോൾ 4,46,000 കോടിയായി അദ്ദേഹത്തിൻ്റെ അസറ്റ്. ഇതെങ്ങനെയാണ് വളർന്നത്? അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഈ അദാനിയും അംബാനിയൊക്കെ ഈ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നാണോ? അവർ ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യാനാണ്. ആ ബിസിനസ് മേഖലയിലേക്ക് പൈസ മുടക്കും. അതിൽ നിന്ന് അവർക്ക് ലാഭം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനാവശ്യമായ ടാക്സും മറ്റു കാര്യങ്ങളും കോർപ്പറേറ്റ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് എടുക്കുക. അതിലൂടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലവസരം കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ഈ കോർപ്പറേറ്റുകളെ സഹായം നമുക്കുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇനി BJPയും അദാനിയും അംബാനിയും മാത്രമേ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ടാറ്റ ഇല്ലേ, ബിർള ഇല്ലേ, എത്ര കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അദാനി അംബാനി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ജനങ്ങളെ ഒരു മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബജറ്റാണല്ലോ പ്രധാന ചർച്ചാ വിഷയം. ബജറ്റിൽ സാധാരണക്കാർക്ക് എന്ത് നീക്കിവെപ്പുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര നീക്കിവെപ്പുണ്ട്? അപ്പോൾ സ്ത്രീകളെ എത്രത്തോളം നിങ്ങൾ കരുതുന്നു? അപ്പുറത്ത് തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ, യുവാക്കൾക്ക് വേണ്ടി എന്ത് വലിയ പ്രധാനപ്പെട്ട പദ്ധതികളാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത്? അഗ്നിവീറുകൾക്ക് എന്ത് പെൻഷനാണ്? പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മെൻഷൻ ഉണ്ടോ ഈ ബജറ്റിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത്.
അല്ല, ഒന്ന് സമാധാനമായിട്ടൊന്ന് കേട്ടോ, അത് ഞാൻ പറയാം. ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കാലം ഈ തൊഴിലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോൺഗ്രസ് പിന്തുടരുന്ന നയമല്ല ഞങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തൊഴിൽ സീക്കേഴ്സ് ആകാനല്ല ആ ചെറുപ്പക്കാരെ ആ രീതിയിലല്ല വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റ്, അവർക്ക് വേണ്ടിയുള്ള മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുക. ഞാൻ ഒരൊറ്റ കണക്ക് മാത്രം നിങ്ങൾക്ക് പറയാം. 47.19 കോടി ലോണുകളാണ് മുദ്രാ ലോണിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ, മൂല്യമെന്ന് പറഞ്ഞാൽ 28 ലക്ഷം കോടി രൂപയാണ്. 28 ലക്ഷം കോടി രൂപയാണ് തൊഴിലിന് വേണ്ടിയിട്ട്, മുദ്രാ ലോണിന് വേണ്ടിയിട്ട് 47.19 സംരംഭകർക്ക് നൽകിയിട്ടുള്ളത്. ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ 2 പേർക്ക് തൊഴിൽ കിട്ടിയാൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ കഴിഞ്ഞ EPF രജിസ്ട്രേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ 2014 മുതൽ 24 വരെ EPF ഓർഗനൈസേഷനിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കുക. വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ തൊഴിലില്ലാത്ത തൊഴിൽ കൊടുക്കുന്നില്ല, ആർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ പറഞ്ഞോളൂ, തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി ഈ കഴിഞ്ഞതിനുള്ള അലോക്കേഷൻ എത്രയാണ്? ഇപ്പോഴത്തെ അലോക്കേഷൻ എത്രയാണ്? ആകെ ഒന്ന് കൂടിയത് 1,10,000 കോടി വന്നത് ആ കോവിഡിന്റെ കാലഘട്ടത്തിലാണ്. ഓരോ വർഷവും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ബഡ്ജറ്റിൽ കൊള്ളിക്കുകയും അധികം ആവശ്യമായി വരണമെങ്കിൽ വീണ്ടും ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ എവിടെയാണ് സ്ത്രീകളുടെ കയ്യിൽ പൈസ ഇല്ല, വാങ്ങൽ ഇതില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. 3.42 ലക്ഷം കോടി രൂപയാണ് കൃഷി സമ്മാൻ പദ്ധതിയിലൂടെ കർഷകരുടെ കയ്യിലെത്തിച്ചത്. 3.42 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ 17 ഗഡു, ഏകദേശം 20,000 കോടി വെച്ചിട്ട് ഏകദേശം 9 കോടി കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണക്കാക്കി പൈസ എത്തുന്നില്ല. 73 കോടി ജനങ്ങൾക്ക് സൗജന്യ മാത്രമല്ല, അവരുടെ സമരം അവസാനിപ്പിച്ചിട്ടുമില്ല. കർഷക സമരത്തെ അഡ്രസ് ചെയ്തിട്ടില്ല ഈ ബജറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അല്ല, അത് കർഷകരെ അഡ്രസ് ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രേരിതവും ഈ കർഷകരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സമരം ചെയ്യുന്നവർ മുഴുവൻ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടാണ് സമരം ചെയ്യുന്നതെന്ന് താങ്കളുടെ മറുപടി അത്ര ശരിയായ മറുപടിയാണെന്ന് തോന്നുന്നില്ല. താങ്കളിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഇനി ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. സ്മൃതി, ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ആരോഗ്യപൂർണ്ണമായിട്ട് ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയാണ്, ചർച്ചയല്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. എന്താണ് കർഷകർ ആവശ്യപ്പെടുന്നതാണ് കർഷകർക്ക് കൊടുക്കേണ്ടത്. കർഷകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ല, കർഷകർ അവരുടെ ഉൽപ്പന്നത്തിന് ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം. സ്മൃതി, നിങ്ങൾ പറയുന്ന ഈ കർഷകർ, ഈ സമരം ചെയ്യുന്ന കുറെ ആളുകൾ മാത്രമല്ല കർഷകർ ഇന്ത്യയില്. അവരെ മാത്രമല്ല കർഷകര്, ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ ബാധിച്ചത് കർഷകരുടെ പ്രതിഷേധം, ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ ബാധിച്ചത് യുവാക്കളുടെ പ്രതിഷേധം. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അസ്ഥാനത്തായത് എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ വരുന്ന വിമർശനം. വരാം ശ്രീ പത്മകുമാർ. നിങ്ങളുടെ അസംപ്ഷനാണ്, ആ അസംപ്ഷൻ അല്ല ഞങ്ങൾക്കുള്ളത്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ വിലയിരുത്തലാണ് അത്. ഞങ്ങൾക്ക് ആ തരത്തിലുള്ള നിങ്ങൾ എന്ന് പറയുന്നത് ജനമാണ് ശ്രീ പത്മകുമാർ, നിങ്ങൾ എന്ന് പറയുന്നത് ജനമാണ്. ശരി, ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് എത്താം. ജനം വോട്ട് ചെയ്താണല്ലോ ഞങ്ങൾ. ജനം മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ പാർലമെന്റിൽ കണ്ടത് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ വെറും വാചക കസർത്ത് മാത്രമായിരുന്നു. തീർച്ചയായും വാചക കസരത്ത് എന്നതിന് ഉപരിയായി ഒരു ത്രെഡിൽ നീങ്ങിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് ഞാൻ കണ്ടത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു ഇഷ്ട വിഷയമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീട് കിട്ടിയത്. ബഡ്ജറ്റ് ചർച്ചയാണ് എന്നതാണല്ലോ യാഥാർത്ഥ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം,
ചങ്ങാത്ത മുതലാളിത്തത്തിൽ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും വ്യവസായ ലോകത്തിലെ ചില ചങ്ങാതിമാരും എല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സ്ട്രക്ചറൽ വയലൻസ്, ഒരു അസമത്വം നിറഞ്ഞ ഒരു ഘടന. ആ ഘടനയിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും 73% ജനങ്ങളും പരിധിക്ക് പുറത്തു പോവുകയാണ്. ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുടെ ഗുണഭോക്താക്കളാകുന്ന പരിധിക്ക് പുറത്തു പോവുകയാണ് എന്ന ഒരു ലാർജർ നറേറ്റീവിനെ രാഹുൽ ഗാന്ധി മഹാഭാരതത്തിൽ നിന്നുള്ള ഉദ്ധരണികളുടെ സഹായത്തോടു കൂടി, അല്ലായെങ്കിൽ ചക്രവ്യൂഹം അല്ലെങ്കിൽ പത്മവ്യൂഹം എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർ, ദളിതർ, ന്യൂനപക്ഷങ്ങൾ, OBC-കൾ, ആദിവാസികൾ വരിഞ്ഞു മുറുക്കപ്പെടുകയാണ്. ആ കമലദളത്താൽ വരിഞ്ഞു മുറുക്കപ്പെടുകയാണ്. ഈ ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. കാരണം ഇതിനകത്ത് ആക്ഷേപമുണ്ട്, അതിനകത്ത് ആക്രമണമുണ്ട്, അതിനകത്ത് ആക്ഷേപഹാസ്യം, സർക്കാസം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും യോജിപ്പിച്ചുകൊണ്ടാണ്. ഇതിനകത്ത് കാര്യമായ സ്ഥിതിവിവരക്കണക്കുകളോ കാര്യമായ ബഡ്ജറ്റിൻ്റെ ആഴതലങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ഒരു സ്റ്റഡീഡ് റെസ്പോൺസായി എനിക്കത് തോന്നിയില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ റെറ്ററിക്കാണ്. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവിൽ നിന്നും വേണ്ടത് ഒരു പൊളിറ്റിക്കൽ റെറ്ററിക്കാണ്. പ്രതിപക്ഷ നേതാവ് ഷാഡോ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ കൂടിയാണല്ലോ. അതുകൊണ്ട് ക്യാബിനറ്റ് ഈ ധനകാര്യ കാര്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രത്തെ ബാധിക്കുന്ന ആകമാന വിഷയത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിഷൻ നിലപാട്, ആ നിലപാടിന് ഒരു ഊർജം പകരാൻ വേണ്ടി അദ്ദേഹം ബഡ്ജറ്റ് ചർച്ചയെ ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ മേജർ പ്രസംഗമാണ്. പ്രതിപക്ഷ നേതാവായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധി ഏതാണ്ട് ഇതേ ഒരു നിലപാടാണ് എടുത്തു കണ്ടത്. അന്ന് ഈ അഭയമുദ്ര, പരമശിവന്റെ അഭയമുദ്ര കാട്ടിക്കൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന രീതിയിലുള്ള ഒരു ലാർജർ നറേറ്റീവ്. അപ്പോൾ ഇവിടെ ഭയം വിതയ്ക്കുന്ന ചില ശക്തികൾ, ഈ ശക്തികൾ ചേർന്ന് ഇന്ത്യ രാജ്യത്തെ ഒരു ചക്രവ്യൂഹത്തിലാക്കി മാറ്റുകയാണ്. ആ ശക്തികൾ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും എണ്ണിപ്പറഞ്ഞു. പല പ്രാവശ്യം ഇത് മുൻ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ 6 ശക്തികളെ കൃത്യമായി ഒരു കള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇന്നത്തെ പ്രസംഗത്തിൽ. പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ അതിപ്രധാനമായിട്ട് വരുന്ന അംബാനിയും അദനിയും എന്ന വ്യക്തികൾ, അത് അവർ വ്യവസായ ഭീമന്മാർ. അപ്പോൾ അത് ആ പേരുകൾ വീണ്ടും വീണ്ടും ഉച്ചരിക്കുന്നതിന് വിലക്കുള്ളതായി, അല്ലെങ്കിൽ ഒരു സഭയിൽ ഹാജരില്ലാത്ത ആളുകളെക്കുറിച്ച് പരാമർശം നടത്തുന്നത് അനുചിതമാണെന്ന് സ്പീക്കർ പല പ്രാവശ്യം മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ടോൺ മാറ്റി. എന്നാൽ A1, A2, അംബാനി A1 ആയും അദനി A2 ആയും കരുതിക്കൊണ്ടുള്ള സംസാരമാണ്. അപ്പോൾ അങ്ങനെ RSS മേധാവി മോഹൻ ഭാഗവതിനെ ഉൾപ്പെടെ ഒരുതരം സൂപ്പർ സ്ട്രക്ചർ വേണമെങ്കിൽ പറയാം. ഈ ഒരു വെസ്റ്റേൺ പാർലൻസിൽ നോക്കുമ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരുതരം അദൃശ്യ ശക്തികൾ, അവർ ദൃശ്യശക്തികൾ തന്നെയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനവും അവരുടെ താല്പര്യവും അദൃശ്യമായി, മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ നിഗൂഢമായും അദൃശ്യമായും പോകുന്നു. അവരുടെ ആത്യന്തിക താല്പര്യങ്ങളാണ് രാജ്യ താല്പര്യങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുള്ള ഉപാധിയാണ് ബഡ്ജറ്റ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് എതിർക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഒരു കാസ്റ്റ് ബേസ്ഡ് ബഡ്ജറ്റായി ഈ ബഡ്ജറ്റിനെ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുകയാണ്. അതൊരു കൗതുകപരമായ കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഒരു ചിത്രം ഉയർത്തി കാണിക്കുന്നു. ധനമന്ത്രി ബജറ്റ് തയ്യാറാക്കാൻ ധനമന്ത്രിയെ സഹായിച്ച 20 പേർക്കൊപ്പമുള്ള ചിത്രം. അതിൽ 20 പേരെന്ന് പറയുമ്പോഴും അതിൽ ആകെ ഉണ്ടായിരുന്ന ഒരു OBC-ക്കാരനും ഒരു ന്യൂനപക്ഷക്കാരനും അതിൽ ചിത്രത്തിലില്ല. വളരെ പിന്നിലായിട്ടാണ് നിൽക്കുന്നത്. അവർ മുന്നിലില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എത്രത്തോളം ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ദളിതർ, അതുപോലെ OBC-ക്കാർ, ന്യൂനപക്ഷം, ആ ദരിദ്രർ, അതിദരിദ്രർ ഇവരെങ്ങനെയാണ് ബജറ്റിൽ നിന്ന് പിന്തള്ളപ്പെടുന്നത് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യവുമായി അടുത്ത് നിൽക്കുന്നതാണ്. ഇത് പ്രസംഗിക്കുമ്പോൾ അതൊരു ഓളത്തിൽ പറയാമെന്നതിനപ്പുറം എത്രത്തോളം യാഥാർത്ഥ്യവുമായി അടുത്ത് നിൽക്കുക. വരാം ശ്രീ പത്മകുമാർ. ഡോക്ടർ മോഹൻ വർഗീസ്. അതല്ല നിങ്ങൾ ഈ ഫോട്ടോയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ മോഹൻ ഒന്ന് പറഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് തുടങ്ങുന്നതിനും ഒരു കാര്യം അതുകൊണ്ട് പറഞ്ഞോട്ടെ, പ്രസംഗിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഈ ദളിതരൊക്കെ പുറകെ പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് തുടങ്ങുന്നതിന് ഇങ്ങനെ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറഞ്ഞു വിട്ടത് ആരെയാണ്? പാർലമെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ദളിത് MPA ആണ്. നിങ്ങൾ ആലോചിച്ച് കണ്ടോ ഫോട്ടോ? കൊടിക്കുന്നിൽ സുരേഷിനോട് പോയി വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കണ്ടോ? കഷ്ടം. ഇതൊന്നും നിങ്ങൾ കാണില്ല. മറ്റേ ഫോട്ടോയിൽ പുറകെ നിൽക്കുന്നതേ കാണൂ.
അതാണ് പ്രശ്നം. ഇതിനൊന്നും പറയാനില്ല. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞോളൂ. ഇവിടെ അല്ല, പറയാനില്ല, ഞാൻ കണ്ടതാണല്ലോ, ഞാൻ കണ്ടതാണ്. നിങ്ങൾ വളരെ നിങ്ങൾ ഈ ഫോട്ടോയിൽ പുറക്കെ ദളിതുകൾ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ ഞാൻ കണ്ടാണ് ഫോട്ടോ. ഇങ്ങനെ കൈ കാണിച്ചിട്ട് കൊടിക്കുഞ്ഞ് സുരേഷിന്റെ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ വെച്ചിരുന്ന ഈ സഭയിലെ ഏറ്റവും സീനിയർ അംഗമാണ്. അപ്പൊ ഇതാണ് അവരുടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും മീഡിയ വെള്ളം കൊടുക്കുന്നതിനെ താങ്കൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? മോദി കൊടുത്ത വെള്ളം ഇവിടെ ഹൈബീഡം കുടിച്ചിട്ടുണ്ടല്ലോ പാർലമെന്റിൽ. മോദി കൊടുത്ത വെള്ളം ഹൈബീഡം കുടിച്ചിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് വെള്ളം വേണമെന്ന് അല്ലല്ല, പ്രതിപക്ഷ നേതാവ് സഭയിലെ സീനിയർ ആയിട്ടുള്ള തന്നെ ഒരു സഹപ്രവർത്തകന്റെ പോയി എടുത്തോണ്ട് വരാനല്ല പറയേണ്ടത്. അത് പറയാൻ താങ്കൾ ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് വെള്ളം എടുത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ് അല്ലെ? പാർലമെന്റിൽ എല്ലാവരും കാണുന്നതാണല്ലോ. താങ്കൾ നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് ദളിതാണെന്ന് കണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജിൽ പോകട്ടെ. താങ്കളൊന്ന് പറയൂ. പാർലമെന്റിൽ കണ്ടു നിന്ന ആളാണല്ലോ. കൊടിക്കുന്നിൽ തന്നെ വെള്ളം കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു. ഒരു പുതിയൊരു പ്രതികരണമാണ്. ഇതൊക്കെ വെറും അല്ല, വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വളരെ തരംതാണ ഒരു പരാമർശമാണ് നടത്തുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹപ്രവർത്തകൻ അത് എന്താണ് ആരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല. വെള്ളം വേണമെന്ന് പറയുന്നു. വെള്ളം സാറിനെ കൊണ്ടുവരുന്നത് പാർലമെന്റിൽ വേറെ സ്റ്റാഫുണ്ട്. അല്ല, ആയിക്കോട്ടെ, ആരോടെ ആയിക്കോട്ടെ. അത് ശ്രീ പത്മകുമാർ അവിടെ ഇരിക്കുന്ന ആരാണ്? തൊട്ടടുത്തിരിക്കുന്ന ആളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ സ്റ്റാഫുണ്ട്, അവരോട് പറയാനാ പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം ഞാൻ കണ്ടില്ല. ഇതിനൊരു മറുപടി പറയണം. താങ്കൾ എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ജിയാർ പത്മകുമാർ, ഈ രാജ്യത്തിന്റെ പ്രശ്നം സാധാരണക്കാരന്റെ സവർണ ഹിന്ദുവിന്റെ മുന്നിലുള്ള കിണറിൽ നിന്ന് ദളിതന് വെള്ളമെടുക്കാൻ കഴിയാത്തതാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ ആശയത്തിനെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. ഇനി നിങ്ങൾ പറയുന്ന വാദം എടുത്താൽ പോലും ഒരു ദളിതൻ കൊടുത്ത രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നം എങ്ങനെയാണ് പോയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കേസരിയ ബാത്റൂമിനകത്ത് ഇനി മറുപടി കേൾക്കൂ. നിങ്ങൾ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചോദ്യം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അതിന് മറുപടി കേൾക്കൂ. രാജു പി നായർ പറയൂ. അല്ല, അതിനിടയ്ക്ക് രാജു പി നായർ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. രാജു പി നായർ പറയട്ടെ. രാഹുൽ ഗാന്ധി കൊടിക്കുന്നിലിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് BJP വ്യാഖ്യാനിക്കുന്നത്? സ്മൃതി, രാജ്യത്തിന്റെ പ്രശ്നം എത്ര വേഗമാണ് രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള വീതം ഈ ബജറ്റിൽ ഇല്ല എന്നുള്ള വലിയ ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഇതിൽ ഒതുങ്ങിയത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒതുക്കിയത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ എങ്ങനെയാണ് വലിയ ചോദ്യം മുക്കിയത്? ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ എത്ര വേഗം ഒരു വലിയ ചോദ്യം മുക്കിക്കളഞ്ഞു ശ്രീ ജെ ആർ പത്മകുമാർ. നിങ്ങൾ കോൺഗ്രസ് വക്താവാകണ്ട. കോൺഗ്രസ് വക്താവാവണ്ട. രാജ്യത്തെ ജനങ്ങളുടെ ഒരാളായാൽ മതി. ഇവിടെ പ്രതിപക്ഷം മോശം കാര്യം ചെയ്താൽ അതിനെ വിമർശിക്കും. രാജ്യത്തെ ജനങ്ങളുടെ സ്വന്തമായി പ്രതികരിക്കുമ്പോൾ അതിനോട് ചേർന്ന് സംസാരിക്കാൻ സാധിക്കും. ശ്രീ ജെ ആർ പത്മകുമാർ, ഒരു മിനിറ്റ് ജെ ആർ ഒന്ന് കേൾക്കൂ. ഒരു മിനിറ്റ് ബഹളം വച്ചാൽ ആര് പറയുന്നതും വ്യക്തമായി കേൾക്കില്ലല്ലോ. ശ്രീ ജെ ആർ ഒന്ന് കേൾക്കൂ. ആദ്യം ഒന്ന് ഫ്രാൻസിസ് ജോർജ് MP പറയട്ടെ. അതിനുശേഷം അതിനുശേഷം രാജു പി നായരിലേക്ക് പോകും. താങ്കൾ ക്ഷമയോടെ കേൾക്കൂ. ജെ ആർ ബജറ്റിൽ മറുപടിയില്ല എങ്കിലും
ചക്രവ്യൂഹത്തിന് മറുപടി ഇല്ല എങ്കിലും ഒരു ഗ്ലാസ് വെള്ളവുമായി താങ്കൾ ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുകയാണല്ലോ. ഇനി കേൾക്കുന്നേ, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയൂ. നിങ്ങളുടെ അഭിപ്രായം തെറ്റാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയൂ. എനിക്ക് ഇടവേളയ്ക്ക് പോകട്ടെ. ഫ്രാൻസിസ് ജോർജ് ഒരു സൗമ്യനായ ജനപ്രതിനിധിയാണ്. താങ്കളൊന്ന് കേൾക്കൂ. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയൂ. ഇവിടെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗ സമയത്ത് വീട്ടിൽ ഹലുവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഒരു ദളിത് ആള് പുറകെ നിന്ന് പോയി, അവരെ ഫ്രണ്ടിൽ നിർത്തിയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ട് വളരെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു സീനിയറായിട്ടുള്ള ദളിത് മെമ്പറെ കാണിച്ചും പറഞ്ഞു വിട്ട ആളാണ് പ്രതിപക്ഷ പ്രയോഗമായിരുന്നു. ബജറ്റ് എന്ന ഹൽവ എന്നതായിരുന്നു പ്രയോഗം. അതിന്റെ വീതം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബജറ്റ് ഉണ്ടാക്കാൻ സഹായിച്ച, അത് ഹൽവ ഉണ്ടാക്കുന്ന പടമല്ല കേട്ടോ, അതാണ് പറഞ്ഞത്. അത് ധനമന്ത്രിയും ധനമന്ത്രിക്കൊപ്പം ബജറ്റ് തയ്യാറാക്കാൻ സഹായിച്ച 20 പേരും അതിലുള്ള പിന്നാക്കക്കാരുടെ പ്രാതിനിധ്യം എത്ര എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നാക്കക്കാർക്ക് എന്താണ് ഈ ബജറ്റിൽ നീക്കിവെച്ചത് എന്നാണ് രാഹുൽ പറയാൻ ശ്രമിച്ചത്. അത് താങ്കൾക്ക് ആ രൂപത്തിൽ മനസ്സിലായില്ല. ഒന്ന് കേൾക്കൂ ജയ, പ്ലീസ്. ഫ്രാൻസിസ് ജോർജ് പറയൂ. അല്ല ഇല്ലല്ല, നിങ്ങൾ ഇവിടെ ഒന്ന് കേൾക്കുന്നേ. കിരൺ റിജിജുവിനെ പോലെ പെരുമാറരുത്. സഭയിൽ പാർലമെന്റിൽ കിരൺ റിജിജു ചെയ്ത പോലെ പെരുമാറരുത്. അല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെ നിങ്ങളും പെരുമാറരുത്. രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറരുത് കോൺഗ്രസ്സുകാരോട് എങ്ങനെ പറയും? കിരൺ റിജിജു എന്ന് പറഞ്ഞാൽ അല്ലല്ല, പാർലമെന്റിലെ അല്ലല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എണീച്ചതിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഒരു മിനിറ്റ് ശ്രീ ജയാർ. നിങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരികളെ അപമാനിക്കരുത്. കിരൺ റിജിജു എങ്ങനെയാ പെരുമാറുന്നത്? അല്ല, നിങ്ങളുടെ ആങ്കർ പറയുന്ന കേട്ടില്ല, കിരൺ റിജിജുവിനെ പോലെ പെരുമാറുന്നത്. അങ്ങേക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞല്ലോ. ആങ്കർ സംസാരിക്കുന്നത് പറയൂ. പറയാൻ സമ്മതിക്കട്ടെ. ഈ ഹൽവ ഉണ്ടാക്കുക എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ധനമന്ത്രിയും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അത് തയ്യാറാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥന്മാരും കൂടി അത് അവിടെ തന്നെ വളരെ രഹസ്യമായിട്ടാണ്, അവർ പുറത്താരും പോകുന്നില്ല. അവിടെ ഇതിങ്ങനെ എല്ലാ വർഷവും എല്ലാ ബജറ്റിനും മുന്നോടിയായിട്ടും ഇതിങ്ങനെ ഒരു ചടങ്ങുള്ളതാണ്. ശ്രീ രാഹുൽ ഗാന്ധി വളരെ ആലങ്കാരികമായിട്ടാണ് ഇത് പറഞ്ഞത്. ഇതിനകത്ത് ഈ ബജറ്റിൽ പാവപ്പെട്ടവർക്കും ദളിതർക്കും വേണ്ടിയിട്ടൊന്നുമുള്ള പ്രത്യേകമായ ഒരു പരിഗണനയുമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആലങ്കാരികമായ വിഷയം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇവിടെ ശ്രീ പത്മകുമാർ പറഞ്ഞു, അദാനിയുടെ കാര്യം അല്ല, ഫോട്ടോ എടുത്തപ്പോഴും ദളിതിനെ പുറത്തേക്ക് ശരിയാവില്ല. ബാക്കിയുള്ളവരെ കേൾക്കാൻ കൂടി താങ്കൾ തയ്യാറാവണം. താങ്കളുടെ പദവി താങ്കൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ആ വിഷയം അത് വിടൂ. അത് അങ്ങനെ വെറുതെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു മോശം പ്രതികരണമാണല്ലോ, മോശം ആരോപണമാണല്ലോ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് മറുപടി പറയട്ടെ. രാജു പി നായർ പറയൂ. അല്ലല്ല, അതൊന്നും പ്രതികരണം പോലും അറിയിക്കുന്നില്ല സ്മൃതി. ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ പ്രശ്നം ഈ സവർണ ഹിന്ദുത്വത്തിന്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശമില്ലാത്ത ദളിതരുടെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ജയാർ പത്മകുമാർ ഈ ചർച്ചയിൽ മറുപടി ഇല്ലാത്തപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ല. അതിന്റെ ഒന്നും പുറകെ പോവാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയട്ടെ. ഒന്ന്, അദ്ദേഹം അദാനി അംബാനി കോൺഗ്രസിന്റെ കാലത്തെ അദാനി അംബാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾ മുഴുവൻ. ജയാർ പത്മകുമാർ, നിങ്ങൾ മര്യാദ കാണിക്കൂ. നിങ്ങൾ മര്യാദ കാണിക്കൂ. വെള്ളമെടുത്തതിന്റെ പേരിൽ തല്ലിക്കൊന്നിട്ടുള്ള ദളിതരുണ്ട്, പോയി അന്വേഷിച്ചു നോക്ക്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടുത്തെ സാമ്പത്തിക അസമത്വമാണ് പ്രശ്നം. ഇവിടെന്താ, ഞാൻ നേരത്തെ പ്ലീസ്, കുറെ പറഞ്ഞല്ലോ, താങ്കളുടെ ന്യായം കുറെ വിശദീകരിച്ചല്ലോ. ഇനി അവർക്ക് കൂടി പറയാൻ അവസരം കൊടുക്കൂ. കേരളം ഈ രാജ്യത്തിനകത്തുള്ള സ്ഥലമല്ലേ?
നോക്കൂ, സാമ്പത്തിക പ്രശ്നം എന്താ? സാമ്പത്തിക പ്രശ്നം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വമാണ് പ്രശ്നം. ആ സാമ്പത്തിക അസമത്വം എങ്ങനെയാണ് ഈ രാജ്യം? ഞാൻ ചോദിക്കട്ടെ, റാഫേൽ ഡീലിൽ അനിൽ അംബാനിക്ക് എങ്ങനെയാണ് വിമാനം ഉണ്ടാക്കാനുള്ള കരാർ കൊടുത്തത്? റാഫേൽ ഡീൽ ഒരു പ്രതിരോധ കരാറിൽ മുൻപരിചയം വേണമെന്നുള്ള മാറ്റി അനിൽ അംബാനിക്ക് വിമാനം ഉണ്ടാക്കാനുള്ള കരാർ കൊടുത്തില്ലേ? പേപ്പർ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? പേപ്പർ വിമാനം ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയാണ് തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലേക്ക് എത്തിയത്? അവിടെ സ്മൃതി ഞാൻ ചർച്ചയിൽ നിന്ന് മാറുകയാണ്. എനിക്ക് താല്പര്യമില്ല. ഒരു വാചകം പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല ഇത് ശരിയല്ല. ജെആർ, താങ്കളുടെ അഭിപ്രായം ഒറ്റയ്ക്കുള്ള അഭിപ്രായമാണ്, ശരിയാണ്. താങ്കൾ മാത്രമാണ് ഇതിൽ BJP നിലപാട് പറയുന്നത്. അതിന് താങ്കൾക്ക് കൂടുതൽ സമയവും തന്നിട്ടുണ്ട്. അതിനർത്ഥം ബാക്കിയുള്ളവരെ മിണ്ടാൻ സമ്മതിക്കരുത് എന്നല്ല. ദയവ് ഇത് കേൾക്കാൻ കൂടി തയ്യാറാകണം. നോക്കൂ, ഓരോ വാചകത്തിനും ഇടയ്ക്ക് പറയരുത് ദയവേത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സാമ്പത്തിക കുത്തകളുടെ 16 ലക്ഷം കോടി രൂപ എഴുതി തള്ളി. ഒരു കർഷകന്റെ 1 രൂപ എഴുതി തള്ളിയോ? ഇതാണ് അസമത്വത്തെ കുറിച്ച് പറയുന്നത്. ആ അസമത്വത്തെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് കോർപ്പറേറ്റുകളെ ഊട്ടി വളർത്തി എന്ന് പറയുന്നത് തെറ്റാണ്. അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ ഈ രാജ്യത്ത് ഒരു പാർട്ട്ണർഷിപ്പിലൂടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ CSR നിയമം ഉൾപ്പെടെ നടപ്പാക്കിയത് കോൺഗ്രസ് ആണ് എന്നുള്ളത് മറക്കരുത്. ഇനി നോക്കൂ, ഇദ്ദേഹം മുദ്ര ഉൾപ്പെടെ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ സപ്ലൈ ചെയിനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. മുദ്രാ ലോണിലൂടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഒരു ഇൻഡസ്ട്രി തുടങ്ങിയ ഒരു സാധനം ഉണ്ടാക്കിയാൽ ഇത് മേടിക്കാൻ ആൾ വേണ്ട ജയർ പത്മകുമാർ. അത് മേടിക്കാൻ ജനങ്ങളുടെ കയ്യിൽ വാങ്ങൽ ശേഷിയില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും? ഇനി മാനുഫാക്ചറിംഗ് സെക്ടർ വളർന്നോ? 2ാം സ്ഥാനത്തായിരുന്നു ഏറ്റവും വലിയ തൊഴിൽദാതാവായിട്ടുള്ള മാനുഫാക്ചറിംഗ് സെക്ടർ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത് 4ാം സ്ഥാനത്തെത്തി. എത്രയോ 12.6 ഉണ്ടായിരുന്നത് 11.4 മോദിയുടെ കാലഘട്ടത്തിൽ ഇടിഞ്ഞു. പ്രൈവറ്റ് കൺസംഷൻ എത്രയാ? 4%. നിങ്ങൾ GDPയുടെ സൈസ് പറയുന്നുണ്ട്. ഒരു സാമ്പത്തികം തീർച്ചയായിട്ടും വളരും. 73 കൊടുത്തിരുന്ന പെട്രോളിന് 110 കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എക്കണോമിയുടെ സൈസ് വളരും. പക്ഷെ എക്കണോമിയുടെ സൈസ് വളരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്ത് പ്രശ്നം, എന്തു ഗുണം? നോക്കൂ, പെർ ക്യാപിറ്റ ഇൻകം 20 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് പെർ ക്യാപിറ്റ ഇൻകം നിൽക്കുന്നത്. പ്രൈവറ്റ് കൺസംഷൻ 4% മാത്രമാണ് പ്രൈവറ്റ് കൺസംഷൻ. അപ്പോൾ ആർക്കാണ് ഈ പറയുന്ന വലിയ GDPയുടെ വളർച്ചയുടെ ഗുണം കിട്ടുന്നത്? അത് നേരത്തെ പറഞ്ഞ A1ഉം A2ഉമാണ്. ഈ സാമ്പത്തിക അസമത്തെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കൂ സ്മൃതി, എന്ത് ദീർഘവീക്ഷണവർ കൊണ്ട് ഈ ലോകം മുഴുവൻ AI കുറിച്ച് ചർച്ച കൊണ്ടിരിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നരേന്ദ്രമോദിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ പണ്ട് അമ്മയെ ആയി എന്നാ വിളിച്ചിരുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ AI എന്ന് പറയുന്നു എന്നാണ്. അത്രയേ ഉള്ളൂ ദീർഘവീക്ഷണം. അടുത്ത 5 വർഷം ഈ ലോകത്ത് AIയുടെ കടന്നുകയറ്റം, AIയുടെ സ്വാധീനത്താൽ തൊഴിൽ നഷ്ടമുണ്ടാകും. പക്ഷെ തൊഴിൽ നഷ്ടം ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ ഗുണപരമായി മാറ്റാനുള്ള കാഴ്ചപ്പാട് വേണം. ഈ ബജറ്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളിൽ എന്ത് അഭിപ്രായമുണ്ട്? എന്ത് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്? വെൽഫെയർ സെക്ടറിൽ എന്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട്? ഹെൽത്തിന്റെ, ആരോഗ്യത്തിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാണ്. അടിയന്തരമായ ഇടവേള ആവശ്യമുണ്ട്. ശ്രീ രാജു പി നായർ, താങ്കൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ കരുതിയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ മോഹൻ വർഗീസ്, സമയക്കുറവുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടരാം. അതിനിടയ്ക്കാണ് ബഹളത്തിലേക്ക് പോയത്. പറഞ്ഞു തീർത്തോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇവിടെ എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി കുത്തകകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ശ്രീ ബഹുമാനപ്പെട്ട പത്മകുമാർ പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞു ഇവരൊക്കെ അദാനിയൊക്കെ സാധാരണഗതിയിൽ വളർന്നു വന്നതാണ്, അല്ലാതെ അവരെ സർക്കാരൊന്നും സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രീ സ്മൃതി, ഈ അടുത്ത കാലത്ത് ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതിന് ശേഷം ഉണ്ടായൊരു സംഭവം പറയാം. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ എന്ന് പറയുന്ന ഒരു കരാറാണ്. ഈ കരാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുക എന്നുള്ളത്, ഭക്ഷ്യ ഇറക്കുമതി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ കൃഷിമന്ത്രിയും അതുപോലെ തന്നെ മലേഷ്യയുടെ മിനിസ്റ്റർ ഫോർ പ്ലാന്റേഷൻസ് ആൻഡ് കമ്മോഡിറ്റീസ് ഇവർ തമ്മിലാണ് ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കണം, വിൽമർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മലേഷ്യയിൽ 83,000 ഏക്കർ ഓയിൽ പാം പ്ലാന്റേഷൻ ഉണ്ട്. അതിൻ്റെ 50%
അദാനി വാങ്ങി, ഷെയർ വാങ്ങി. ഇപ്പോൾ അത് വിൽമർ അദാനി ലിമിറ്റഡ് എന്നുള്ള രീതിയിലായിട്ട് ആ കമ്പനി ആയിട്ടുണ്ട്. 50% അദാനിക്കാണ്. എന്താണ് സംഭവിച്ചത്? എഡിബിൾ ഓയിലിൻ്റെ ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി ചുങ്കം 44% അതിപ്പോൾ മുഴുവൻ എടുത്തു മാറ്റി. ഇപ്പോൾ വെറും 5% അഗ്രികൾച്ചറൽ സെസ് മാത്രമാക്കി മാറ്റി. അപ്പോൾ ഇനി ഇങ്ങോട്ട് പാം ഓയിൽ ഇറക്കുമതി ചെയ്യാൻ 44% ഇറക്കുമതി ചുങ്കമൊന്നും കൊടുക്കണ്ട, വെറും 5% ഒരു അഗ്രികൾച്ചറൽ സെസ് എന്നുള്ള പേരിൽ നാമമാത്രമായൊരു തുക മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റംസിൻ്റെ പരിധിയിലേക്ക് ഇനി അത് വരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ ഈ ഭക്ഷ്യ എണ്ണ രംഗത്ത്, നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യ എണ്ണകളൊക്കെ ഉണ്ടല്ലോ, ആ കർഷകരെ, സാധാരണക്കാരായിട്ടുള്ളവരെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും, നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ 44%-ൽ നിന്ന് അത് വെറും 5% സെസ്സാക്കി മാറ്റിയത് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ ഈ പറയുന്ന അദാനി, ഈ പറയുന്ന വൻകിട കമ്പനിയുടെ 50% ഷെയർ വാങ്ങിയതിലൂടെ ഇഷ്ടം പോലെ പാം ഓയിൽ ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു വഴി തുറക്കാൻ വേണ്ടിയിട്ടാണോ? ഇതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഇതുപോലുള്ള സഹായങ്ങളാണ് ചെയ്തത്. നമ്മളാരും അറിയുന്നില്ല. ഇവിടെ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതിനു ശേഷം ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണിത്. ഒരു വിഷയമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ നിരവധി കരാറുകൾ ഈ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ശരി, ഏറ്റവും പുതിയ ഉദാഹരണം ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്രപ്റ്റായിട്ട് നിർത്തുന്നതിന്റെ മനസ്സിലായി, ക്ഷമിക്കൂ. അതിനുള്ളിലുണ്ട്. അതെ, അറിയാം, കൃത്യമായിട്ട് ഞാനത് ഫോളോ ചെയ്തു. അതിന് പരാതിയൊന്നുമില്ല. എങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ജനാധിപത്യ ക്രമമെന്ന് പറയുന്നത് നമ്പേഴ്സ് ഗെയിമാണ്. ഇവിടെ നോക്കൂ, OBC, ദളിത്, ആദിവാസി, മൈനോറിറ്റി, ഈ 4 വിഭാഗങ്ങൾ ചേരുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ 73%. ഈ 73% ജനങ്ങൾ ആണ് അലുവ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് അലുവയുടെ നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിതരണ സമയത്ത് അവരിൽ ആരെയും കാണുകയുണ്ടായില്ല. അപ്പം ഇതിനെ കാണിക്കുന്നത് 20 പേരടങ്ങുന്ന ബഡ്ജറ്റ് നിർമ്മാണ കോർ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രക്സ്, അതിൽ 2 പേരാണ് ഈ 73% ജനങ്ങളുടെ പ്രതിനിധികൾ. അപ്പം ഇതിനകത്തൊരു അസമത്വമുണ്ട്. അപ്പം ഇതിൽ നിന്നും വരുന്ന ലാർജർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ നിന്നാണ് സോഷ്യൽ എക്സ്റേ എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് ജാതി സെൻസസ് എന്നതിൻ്റെ മറ്റൊരു രൂപം വേണമെങ്കിൽ സോഷ്യൽ എക്സ്റേ എന്ന് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയം ബജറ്റ് ചർച്ചാ വേളയിൽ അത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലൂടെ വരികയാണ്. BJPയും സഖ്യകക്ഷികളും ഉയർത്തുന്ന ഹൈന്ദവ ദേശീയതയുടെ ഒരു ബദലായി ജാതീയതയിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും സോഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു നറേറ്റീവ്, ഈ നറേറ്റീവ് ബഡ്ജറ്റിന്റെ ചർച്ചയിൽ കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. അതുകൊണ്ടാണ് അലുവ നിർമ്മാണവും അവിടുത്തെ ആ ഫോട്ടോഗ്രാഫും എല്ലാം തന്നെ രംഗത്ത് വരുന്ന ഇതാണ്. അത് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഭംഗ്യാന്തരേണ അവതരിപ്പിച്ചു, നർമ്മത്തിന്റെ ഭാവനയോടുകൂടി അവതരിപ്പിച്ചു. നിർമ്മലാ സീതാരാമൻ കയ്യിൽ മുഖം പൊത്തി കുരിഞ്ഞിരിക്കുന്ന കാഴ്ച വരെ നമ്മൾ ചിരിക്കാനുള്ള വിഷയമല്ല താൻ പറഞ്ഞതെന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് മറുപടി പറയാം. മറുപടി പറഞ്ഞോളൂ. ചോദിക്കാനുള്ളത് ഒരു 410 കൂടുതൽ പദ്ധതികൾ ഈ 11 വർഷമായിട്ട് മോഡി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇല്ല, ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞ 70% വരുന്ന ആളുകളെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിന്ന്, അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഈ പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി? നിങ്ങളുടെ പല പദ്ധതികളും നമുക്കറിയാലോ UPA കാലത്ത് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? എല്ലാവരും ഇൻക്ലൂസീവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ സമൂഹത്തെ മാറ്റി നിർത്തിയെന്നുള്ള പ്രചരണം തെറ്റ്. 2, രാജു പി നായരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ AIയെ കുറിച്ച് പറഞ്ഞല്ലോ. 50 വർഷം പഠിച്ചിട്ട് പോയപ്പോൾ 18,000 ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ല. ഇവിടെ നമ്മുടെ ഗ്രാമങ്ങളുമായി ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. ഈ 95% ജനങ്ങൾ അൺസ്കിൽഡ് വർക്കേഴ്സ്.
പിന്നെ നിങ്ങൾ AI ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് മോഡിജി വന്നതിന് ശേഷം 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ച് അവിടെയെല്ലാം ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാക്കി എല്ലാ ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ച് സ്കിൽ ഡെവലപ്മെന്റ് കൊടുത്ത് അവരെ AI-യിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയാണ്. മലേഷ്യയുമായിട്ടുള്ള കരാറിന്റെ കാര്യത്തിൽ താങ്കൾക്കൊന്നും പറയാനില്ല അല്ലേ? ഫ്രാൻസിസ് ജോർജ് MP ചൂണ്ടിക്കാണിച്ച മലേഷ്യയുമായിട്ടുള്ള കരാറിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ രാജ്യത്ത് അതൊരു രാജ്യവും വേറെ രാജ്യം, നമ്മുടെ രാജ്യവും വ്യാപാര കരാറുകളിലേക്ക് ഒപ്പിട്ടിരിക്കുമ്പോ ഏതൊക്കെ കാര്യങ്ങൾ എത്രയാണ് ടാക്സിന്റെ കാര്യമൊക്കെ ഞാൻ പറയില്ലേ, ഞാൻ പറഞ്ഞത് ഈ ലോകം ശരി, പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഈ രൂപത്തിൽ തന്നെ ഉയരും. അതിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി സഭയിൽ എത്തുമോ? അത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ ദിവസം ഉണ്ടാകില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ എഴുതി തരാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ മോദിയുടെ മറുപടി ഉണ്ടാകും. അതെപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.